പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 20ാമത്തെ മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്ന് ഉലകർ ഉരപ്പത് സർവം ഊഹഹീനം. ജളനു വിലേശയം എന്നു തോന്നിയാലും നലം ഇയലും മലർമാല നാഗമാമോ. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്ന് ഉലകർ ഉരപ്പത് സർവം ഊഹഹീനം. ജളനു വിലേശയം എന്നു തോന്നിയാലും നലം ഇയലും മലർമാല നാഗമാമോ. നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം. ഉലകിന്, നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന് വേറൊരു സത്തയില്ല. ആത്മസത്തയിൽ നിന്നും ഭിന്നമായി വേറൊരു സത്തയില്ല. അതുണ്ടെന്ന്, ഇവിടെ കാണുന്ന ഓരോന്നിനും വെവ്വേറെ ഉണ്മയുണ്ടെന്ന് ഉലകർ ഉരപ്പത്, ജനങ്ങൾ പറഞ്ഞു പോരുന്നത്, സർവം, എല്ലാം, ഊഹഹീനം, യുക്തിയുക്തമല്ല, ജളന്, അജ്ഞാനിക്ക്, വിലേശയം, പാമ്പ്, എന്നു തോന്നിയാലും, ഉണ്ടെന്നു തോന്നിയാലും, നലം ഇയലും, ചേതോഹരമായ മലർമാല, പൂമാല, നാഗമാമോ, പാമ്പായി മാറുമോ. ഒരിക്കൽ കൂടി പറയാം. നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന് ആത്മസത്തയിൽ നിന്നും ഭിന്നമായി വേറൊരു സത്തയില്ല. ഇവിടെ കാണുന്ന ഓരോന്നിനും വെവ്വേറെ ഉണ്മയുണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞു പോരുന്നത്, എല്ലാം യുക്തിയുക്തമല്ല. അജ്ഞാനിക്ക് പാമ്പ് ഉണ്ടെന്നു തോന്നിയാലും ചേതോഹരമായ പൂമാല പാമ്പായി മാറുമോ. നമുക്ക് ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കാം. എല്ലാ മനുഷ്യരും യുക്തിയുക്തമായി ചിന്തിക്കുന്നവരല്ല, അല്ലേ? എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരാണോ? അല്ല. യുക്തിയുക്തം എന്ന് പറയുമ്പോൾ ആദിമസത്തയ്ക്ക് യോജിക്കുന്ന രീതിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമകാരണമായിരിക്കുന്ന ആത്മസത്തയിൽ എല്ലാറ്റിനെയും യോജിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ചിന്ത യുക്തിയുക്തം എന്നാണ് പറയേണ്ടത്. കാരണത്തിൽ നിന്നും അന്യമായി ഒരു കാര്യത്തിനും നിലനിൽക്കാൻ ആവുകയില്ല. കളിമണ്ണിനെ കൂടാതെ കുടത്തിനെങ്ങനെ നിലനിൽക്കാൻ കഴിയും, അല്ലേ? കുടത്തിന്റെ അംശം എന്താണ്? കുടം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കളിമണ്ണുകൊണ്ട്. കളിമണ്ണില്ലെങ്കിൽ കുടവും ഇല്ല. അതുകൊണ്ടാണ് കളിമണ്ണിനെ കൂടാതെ കുടത്തിനെങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നിവിടെ ചോദിച്ചിരിക്കുന്നത്. തൃപ്പാദങ്ങളിവിടെ ഉറപ്പിച്ചു പറയുന്നത് ഉലകിന് വേറൊരു സത്തയില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ഈ ലോകം ശൂന്യമാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിലുള്ള എല്ലാറ്റിനും അർത്ഥമായിരിക്കുന്നത് ഒരേ ഒരു ആദിമസത്തയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൃപ്പാദങ്ങൾ ഒരു ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെളിച്ചക്കുറവ് മൂലം പൂമാല കാണുമ്പോൾ ഭീരുവിന് അത് പാമ്പാണെന്ന ഭ്രമം ഉണ്ടാകുന്നു. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പൂമാല കിടക്കുന്നു. അജ്ഞാനിയായ ഒരു മനുഷ്യൻ ആ പൂമാല കാണുമ്പോൾ അയാൾ തെറ്റിദ്ധരിക്കുന്നു അത് പാമ്പാണെന്ന്. വിലേശയം എന്ന് പറയുന്നത് പാമ്പിനെയാണ്. പൂമാലയുടെ ആകാരവും പാമ്പിന്റെ ആകാരവും ഒരുപോലെയാണ്. അതുകൊണ്ട് മൂഢനുണ്ടാകുന്ന തെറ്റിദ്ധാരണയെ അറിവുള്ള ഒരാൾ അത് തിരുത്തി കൊടുക്കുന്നു. പാമ്പാണെന്ന് വിചാരിച്ച് ഭയപ്പെട്ട അയാളുടെ മനസ്സിൽ പൂമാല കാണുമ്പോൾ ഉണ്ടാകുന്ന ആശ്ചര്യ നിർഭരമായ സന്തോഷം തൃപ്പാദങ്ങൾ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. വേദാന്തത്തിലാണെങ്കിൽ ഈ പൂമാലയുടെ സ്ഥാനത്ത് കയറാണ് പറയുന്നത്. കയറും പാമ്പും എന്ന ദൃഷ്ടാന്തത്തിന് ഒരു മാറ്റം വരുത്തി കയറിന്റെ സ്ഥാനത്ത് പൂമാലയെ പ്രതിഷ്ഠിക്കുകയാണ് സ്വാമി തൃപ്പാദങ്ങൾ ചെയ്തത്.
ആദിമസത്ത വെറും പ്രയോജനരഹിതമായിട്ടുള്ള ഒന്നല്ല. അതിൽ നിഹിതമായിരിക്കുന്നത് ആനന്ദമാണ് അതിൻ്റെ മൂല്യം. പൂമാലയാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് കൂടുതൽ പ്രിയം ജനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വേദാന്തത്തിലെ സ്ഥിരം ദൃഷ്ടാന്തമായ കയറിനെ മാറ്റി പൂമാലയെ സ്വാമി തൃപ്പാദങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രയോജന മൂല്യത്തെയാണ് ഇവിടെ കൂടുതൽ ഊന്നി പറയുന്നത്. 20-ാം മന്ത്രത്തിൻ്റെ ലഘുവ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം